നമ്മുടെ ഇന്ത്യക്ക് 80ാം പിറന്നാൾ. ലോകത്തിലെ ഏറ്റവും ചെറുപ്പമുള്ള രാജ്യം. 15-29 വയസ്സിനിടയിൽ പ്രായമുള്ളവരാണ് ജനസംഖ്യയിലെ 27%. ഇനിയും ചെറുപ്പമാകാനിരിക്കുന്നു ഇന്ത്യ. ആ ചെറുപ്പം അതിജീവനത്തിനുള്ള പോരാട്ടത്തിലാണ്, പ്രൊട്ടസ്റ്റിലാണ്. CMIE ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട കണക്ക് പ്രകാരം രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് 6.2%. തൊഴിൽ ലഭിച്ചവരുടെ അവസ്ഥ എന്താണ്? ഏഷ്യൻ മെന്റൽ ഹെൽത്ത് ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട കണക്ക് 77% ഇന്ത്യൻ വർക്കിംഗ് ഫോഴ്സും മോഡറേറ്റ് ആയോ എക്സ്ട്രീം ആയോ ആയ വർക്ക് റിലേറ്റഡ് സ്ട്രെസ്സിൽ അകപ്പെട്ടിരിക്കുന്നു എന്നാണ്. സ്വിഗ്ഗി, സൊമാറ്റോ, ഊബർ, റാപ്പിഡോ ഇവിടെയെല്ലാം ജോലിയെടുക്കാൻ നിർബന്ധിക്കപ്പെടുന്ന അഭ്യസ്ത വിദ്യരെ നോക്കൂ. ചെറിയ ശമ്പളത്തിന് തൊഴിലാളി എന്ന ലേബൽ പോലും ഇല്ലാതെ പണിയെടുക്കേണ്ടി വരുന്നു. അവർ 23.5 മില്യനായി 2030 മാറുമെന്ന് നീതി ആയോഗ് പറയുന്നു. ഒരു വശത്ത് ജീവിത ചെലവ് ഉയരുന്നു, മറുവശത്ത് വരുമാന സാധ്യതകൾ ഇല്ലാതെ വരുന്നു, ജോലി സ്ഥിരത നഷ്ടപ്പെടുന്നു. 3 ദുസ്വപ്നങ്ങളുടെ തടവറയിൽ ഇന്ത്യൻ യുവത്വം തളച്ചിടപ്പെടുന്നു. EMI, സിവിൽ സ്കോർ ആൻഡ് ടാർഗറ്റ്. ഇവിടെ കൂടുതൽ മെച്ചപ്പെട്ട ഇന്ത്യക്ക് വേണ്ടിയുള്ള യൗവനത്തിന്റെ പോരാട്ടങ്ങൾ രാജ്യത്തിന് തന്നെ പുതിയ പ്രതീക്ഷ നൽകുന്നു. അവിടെയാണ് ഭഗത് സിംഗിന്റെയും രാജ്ഗുരുവിന്റെയും സുഖദേവിന്റെയും അംബേദ്കറുടെയും മഹാത്മാഗാന്ധിയുടെയും ചിത്രങ്ങൾ കയ്യിലേറി ഇന്ത്യൻ യൗവനം ഇന്ത്യൻ ക്യാമ്പസുകൾ നടത്തിയ അതിജീവനത്തിന്റെ പോരാട്ടം. ആ പോരാട്ടങ്ങൾ തുടരട്ടെ. ഇനിയും കൂടുതൽ മെച്ചപ്പെട്ട ഇന്ത്യക്ക് വേണ്ടിയുള്ള സമരങ്ങൾ, ഉണർത്തുപാട്ടുകൾ ഉണ്ടാകട്ടെ. ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ. രഹിമിക്ക, നിങ്ങൾ ഈ പറയുന്നത് കേൾക്കുമ്പോൾ വളരെ ചിരിയാണ് തോന്നുന്നത്. കാരണം ആളോഹരി ഇന്ത്യയുടെ കണക്ക് പറയുമ്പോൾ അത് കേരളം കൂടെ ഉൾക്കൊള്ളുന്നുണ്ടെന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് വേണം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ ശരാശരി തൊഴിലില്ലായ്മ ഈ പറയുന്നതിലും കൂടുതലാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഓൺലൈൻ ഡെലിവറി ചെയ്യുന്ന യുവാക്കളുടെ എണ്ണവും ഈ പറയുന്നതിൽ വളരെ കൂടുതലാണ്. ഈ കഴിഞ്ഞ 10 കൊല്ലം ഭരിച്ച സർക്കാരിന്റെ പാർട്ടിയുടെ അംഗമാണെന്നുള്ളൊരു ബോധം താങ്കൾക്ക് വേണം. അതൊക്കെ ഉദ്ദേശിച്ച് വേണം താങ്കൾ ഒരു കാര്യം പറയാനായിട്ട്. അതുപോലെ താങ്കളുടെ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയാണെങ്കിലും യുവജന സംഘടനയാണെങ്കിലും PSC വഴി വ്യാജ നിയമനങ്ങൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ഈ പറയുന്ന PSC ചോദ്യപേപ്പർ തട്ടുകയും അതുപോലെ പാർട്ടിക്കാരെ നിങ്ങൾ പലയിടങ്ങളിലും തള്ളി ഉദ്യോഗാർത്ഥികളാക്കുകയും ഉദ്യോഗം വാങ്ങിക്കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും നിങ്ങളിങ്ങനെ ഈ വെള്ള പൂശുന്ന നയം അത് ശരിയുള്ളതല്ല.